We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and Happy New Year. എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിന്റെ ക്രിസ്മസ് ആശംസകൾ, നവവത്സരാശംസകൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഒരു ക്രേസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് വൈറ്റ് ആൻഡ് ഗ്രീൻ സിൻഡ്രോം ഉള്ള ആളുകൾ. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് വെഹിക്കിൾ വാങ്ങണം എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച പറയാമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഏത് വെഹിക്കിൾ, ഏത് സ്കൂട്ടർ, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സ്കൂട്ടറിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നത്. ഏത് സ്കൂട്ടർ ആദ്യം വാങ്ങണം എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പൊ ആദ്യമായി നമുക്കൊരു കറണ്ട് വണ്ടി, ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ബജറ്റ് എത്രയാണെന്നുള്ളതാണ്. നമ്മുടെ ബജറ്റ് ഏകദേശം ഒരു 1 lakh അറൗണ്ട് ആണെങ്കിൽ അതിന് പറ്റിയ ഒരുപാട് വെഹിക്കിൾ ഉണ്ട്. അതുപോലെ ഒരു 60,000 റുപ്പീസ് ആണെങ്കിൽ, ഒരു 60,000, 70,000, 80,000 ബിലോ 1 lakh ആണെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള വെഹിക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രീമിയം റേഞ്ചിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ രൂപത്തിലുള്ള വെഹിക്കിളുമുണ്ട്. അപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു PK മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കുന്ന ഏറ്റവും ലോ ബജറ്റിലുള്ള ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കൊമാക്കി, റെനാക്കി, അതുപോലെ തന്നെ ഒരുപാട് ചൈനീസ് കമ്പനികൾ ഈ രൂപത്തിലുള്ള 1 lakh ബിലോ 1 lakhiലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമുക്ക് ഇപ്പോൾ ഈ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെ എല്ലാം ഒരു പോരായ്മ എന്തെന്ന് വെച്ചാൽ, ഇതെല്ലാം പെട്ടെന്ന് കംപ്ലൈന്റ് ആകുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. രണ്ടാമത്, ഇതിന്റെ സ്പെയർ പാർട്സുകളെല്ലാം തന്നെ അവൈലബിൾ അല്ല എന്നുള്ള ഒരു പരാതിയും മാർക്കറ്റിൽ നിലവിലുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത്, അതായത് പ്രീമിയം സെഗ്മെന്റിലേക്ക് പോകാതെ ഒരു മിഡിൽ സെഗ്മെന്റിലേക്ക് നോക്കാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും നല്ലൊരു വണ്ടിയാണ് ചേതക് എന്ന് പറഞ്ഞ കമ്പനിയുടെ വണ്ടി. അതുപോലെ തന്നെ ഹീറോ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടി. അതുപോലെ തന്നെ ആംബിയർ എന്ന് പറയും. ഇതെല്ലാം ഒരു മീഡിയം സെഗ്മെന്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന, വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പനികളുടെ വണ്ടിയാണ്. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് ആംബിയർ എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടി കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചേതക്കിന്റെ വണ്ടിയും തന്നെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഹീറോ ഇലക്ട്രിക്കിന്റെ വണ്ടിയും നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ബെല്ലിംഗ് ഓറ എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടിയും നമുക്ക് ഒരു മിഡിൽ സെഗ്മെന്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഈ വണ്ടിയുടെ എല്ലാം ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഇതിന്റെ എല്ലാം ബാക്ക് വീലിലെ ഹബിലാണ് ഇതിന്റെ മോട്ടർ ഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധാരണ പെട്രോൾ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്ന ഒരാള് ഈ വണ്ടിയിലേക്ക് മാറുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ചെറിയൊരു പോരായ്മ, അതുപോലെ തന്നെ സസ്പെൻഷനിലുള്ള ഒരു പോരായ്മ തുടങ്ങിയവയൊക്കെ ഈ മീഡിയം സെഗ്മെന്റിലുള്ള വണ്ടികൾ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ആംബിയർ എന്ന് പറയുന്ന വണ്ടി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ചേതക്കിന്റെ വണ്ടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തന്നെ ഹീറോ ഇലക്ട്രിക്കിന്റെ വണ്ടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബെല്ലിംഗ് ഓറ എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിന്റെ എല്ലാം ഒരു വലിയ പോരായ്മയായി നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാൻ പറ്റുന്ന സാധനം വെച്ചാൽ, ഇതിന്റെ ബാറ്ററി പൊട്ടിത്തെറിക്കുക, ബാറ്ററി ലീക്ക് ആവുക, അതുപോലുള്ള പ്രോബ്ലംസും ഇത്തരം ഈ മീഡിയം സെഗ്മെന്റിലുള്ള വണ്ടി, ഇപ്പോൾ ബെല്ലിംഗ് ഓറ എന്ന് പറഞ്ഞ കമ്പനിയുടെ വണ്ടികൾ അതുപോലെ തന്നെ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട്, ബാറ്ററി പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ബാറ്ററി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ചില വീഡിയോകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വണ്ടി ഞാൻ ഉപയോഗിച്ചാണ്, ബെല്ലിംഗ് ഓറ എന്ന് പറഞ്ഞ വണ്ടി ഞാൻ ശരിക്കും കുറച്ചു കാലം ഉപയോഗിച്ചതാണ്. എനിക്കതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് ആദ്യം ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, ഇതിന്റെ സസ്പെൻഷന്റെ പ്രോബ്ലമാണ്. ചെറിയൊരു നമുക്കൊരു എപ്പോഴും ഒരു ഷെയ്ക്ക് അനുഭവപ്പെടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഉപയോഗിച്ചിരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് സമയം ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തതാണ്. അതുപോലെ തന്നെ ആംബിയർ എന്ന് പറഞ്ഞ വണ്ടിയുടെ കമ്പനിയുടെ വണ്ടിയും നല്ല ഒരു സ്മൂത്തി ഉപയോഗത്തിന് നമുക്ക് നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, സാധാ സ്കൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറുന്ന സമയത്ത്, ഈ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറുന്ന സമയത്ത് ഉപയോഗിക്കാനൊരു മിസ്കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 വണ്ടികളാണ് മീഡിയം സെഗ്മെന്റിൽ ഞാൻ ശുപാർശ ചെയ്യുന്നത്. പ്രീമിയം സെഗ്മെന്റിലുള്ള വണ്ടികൾ, അതായത് ഏകദേശം 1.2, 1.3, 1.4, 1.5, 1.6, 1.7, 1.8. ഇപ്പോൾ ഏതറിന്റെ ഏറ്റവും നല്ല വണ്ടിക്ക് 1.82 റുപ്പീസാണ്, 1,82,000 രൂപയാണ് വരുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ ഓല എന്ന് പറയുന്ന
കമ്പനിയുടെ വണ്ടിയും ഏകദേശം 1,60,000 1,50,000 ആ റേഞ്ചിൽ വരുന്ന വണ്ടികളാണ്. ഈ രണ്ട് വണ്ടികളാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ഏറ്റവും മികച്ചു നിൽക്കുന്നതാണ്. ഇതിൽ ഏതാണ് കൂടുതൽ മികച്ചു നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ചാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും നന്നായി തോന്നിയ വണ്ടി ഏതറാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഏതർ എന്ന് പറയുന്ന വണ്ടിക്ക് ഷോറൂമുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓലയ്ക്കും ഷോറൂമുകൾ അവൈലബിൾ ആണെങ്കിൽ കൂടിയിട്ട്, ഡെലിവറി എല്ലാം നമുക്ക് അവിടെ തരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട്, ഒരു ഫിക്സഡ് ഷോറൂം, അതായത് നമ്മുടെ ഈ പെട്രോൾ വണ്ടികളൊക്കെ വിറ്റിരുന്ന അതേ സ്റ്റൈലിൽ വിൽക്കുന്ന ഒരു വണ്ടിയാണ് ഏതർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സർവീസ് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പോരായ്മയായിട്ട് എനിക്ക് ഓലയ്ക്ക് തോന്നിയ ഒരു പോരായ്മ, ഈ ഏതറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ മോട്ടോർ ഇതിന്റെ ബാക്ക് ഹബിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഓലയുടെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരാൾക്ക്, അതായത് ഈ പെട്രോൾ സ്കൂട്ടറിൽ നിന്നും ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ഒരു പെട്ടെന്നുള്ളൊരു പിക്കപ്പും പുള്ളിങ്ങും ഒക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടുകൾ ഓലയ്ക്കുണ്ടെങ്കിൽ ഏതറിന് അതൊന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാരണം ഏതറിന് അത് ബെൽറ്റിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മോട്ടറിൽ നിന്നും ഒരു പുള്ളിയിലേക്ക് ബെൽറ്റ് വന്നിട്ട് ആ പുള്ളിയിൽ നിന്നും ബാക്ക് വീലിലേക്ക് ബെൽറ്റ് വരുന്ന രൂപത്തിലാണ് ഏതർ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ്. നമുക്ക് ഷോറൂമുകൾ അവൈലബിൾ ആണ്, അവിടെ സർവീസ് സെന്ററുകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ ഓലയിൽ നിന്നും ഏതർ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രീമിയം സെഗ്മെന്റിൽ വണ്ടി വാങ്ങണം, ഒരു ഇലക്ട്രിക് വെഹിക്കിൾ, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുക ഓലയും ഏതറുമാണ്. രണ്ടും ഒന്നിനൊന്ന് മികച്ച വണ്ടികളാണ്. ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് അതിന്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രീമിയം സെഗ്മെന്റിലെ രണ്ട് വണ്ടികൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ഒന്ന് ഓലയും രണ്ട് ഏതറുമാണ്. ഇനി ഇലക്ട്രിക് ബൈക്കുകളുടെ രംഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് വണ്ടികൾ, എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കോമാക്കിയുടെ ഒരു ഇലക്ട്രിക് ബൈക്കും, അപ്പോൾ തന്നെ റിവോൾട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഇലക്ട്രിക് ബൈക്കുമാണ്. ഇതിൽ കോമാക്കി എന്ന് പറയുന്ന കമ്പനിയുടെ ഇലക്ട്രിക് ബൈക്കിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് റിവോൾട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടിയാണ്. നല്ല പെർഫോമൻസ് ആണ്, സൂപ്പർ റൈഡിങ് കംഫർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വണ്ടികളും ആണ് നമുക്ക് ബൈക്കുകളുടെ കാര്യത്തിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടറോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കോ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അതിന്റെ വാറന്റിയെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ട്, അതിന്റെ സർവീസിനെ കുറിച്ച്. സർവീസ് വളരെ പക്കയായിട്ടില്ലെങ്കിൽ നമ്മുടെ ആ വണ്ടി, ഏതെങ്കിലും ഒരു വണ്ടി വാങ്ങിയത് കൊണ്ട് നമുക്ക് കാര്യമില്ല. അതുപോലെ തന്നെ 3, അതിന്റെ ബാറ്ററിയുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ബാറ്ററിയുടെ ലൈഫ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് കൊടുക്കുന്ന വണ്ടികൾ എന്ന് പറയുന്നത് ഒന്ന് ഓലയും അതുപോലെ തന്നെ ഒന്ന് ഏതറുമാണ്. ഇപ്പോൾ പ്രീമിയം സെഗ്മെന്റിലുള്ള വണ്ടികൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ ബാറ്ററി നല്ല ലൈഫ് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മീഡിയം സെഗ്മെന്റിലുള്ള വണ്ടികൾക്ക് ഇതേപോലെ തന്നെ ബാറ്ററി കംപ്ലൈന്റുകൾ, ബാറ്ററി എക്സ്പ്ലോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുത്തുകൊണ്ട് വാങ്ങുകയും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോട്, അത് യൂസ് ചെയ്തിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരോടുമായിട്ട് ചർച്ച ചെയ്ത് വാങ്ങുകയായിരിക്കും ഉചിതം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രണ്ട് വണ്ടികളാണ്, ഒന്ന് ഓലയും രണ്ട് ഏതറും. അത് ഏതർ എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. എനിക്ക് വളരെ കംഫർട്ടായി ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതറാണ്. നല്ല സർവീസാണ്, നല്ല വണ്ടിയാണ്, നല്ല ബാറ്ററി എഫിഷ്യൻസി ഉള്ള വണ്ടിയാണ്. ഞാൻ 2 വർഷമായി ഇപ്പോൾ ഉപയോഗിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ബാറ്ററി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയതായി വാങ്ങിയ അന്ന് മുതലുള്ള അതേ എഫിഷ്യൻസി തന്നെയാണ് ഇപ്പോഴും അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും അതേ മൈലേജ്, അന്ന് 2 വർഷം മുമ്പ് കിട്ടിയ അതേ മൈലേജ് നമുക്ക് ഇപ്പോഴും, ആ ചാർജിങ് കപ്പാസിറ്റി നമുക്ക് ഇപ്പോഴും കിട്ടുന്നു എന്ന് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ജയ് ഹിന്ദ്.